റിവർ റാഫ്റ്റ് ചെയ്യുന്ന ഡേഞ്ചറാ. എന്റെ അങ്കിൾ മരിച്ചു പോയിട്ടുണ്ട്. ഞങ്ങൾ പട്ടാളം പിടിച്ചു. ക്ലിപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ക്ലിപ്പ് കണ്ട് നോക്കിയില്ല, പോയി നോക്കുമ്പോ അറിയത്തുള്ളൂ. എന്നിട്ട് കൊണ്ടുപോയി അകത്തുകൊണ്ട്, താജ്മഹലിൽ അകത്ത് കൊണ്ടുപോയിട്ട് എന്തുവാ എന്ത് കാണിക്കുന്നത് ഈ സാധനമൊക്കെ ഇത് ഊരി എടുക്കാനൊക്കെ പറഞ്ഞു. പിന്നെ ഊരി കാണിച്ചു കാരണം സ്റ്റുഡന്റ് ആണെന്നൊക്കെ പറഞ്ഞു. യൂസ് ചെയ്തോ, മീൻസ് മൈക്ക് യൂസ് ചെയ്യരുത്, ക്യാമറ യൂസ് ചെയ്തോ, വ്ലോഗ് ചെയ്തെന്ന്. സത്യം പറ എന്തുകൊണ്ടാണ് അവര് വീഡിയോ ചെയ്യരുത്, വ്ളോഗ് ചെയ്യരുത് പറയാൻ എന്തുകൊണ്ടെന്നറിയോ? നമ്മളവിടെ 200 രൂപ കൊടുത്താണ് കയറുന്നത്. നമ്മുടെ വ്ളോഗ് കണ്ട് വേറെ ആരെങ്കിലും കണ്ടാല് അവർ പൈസ കൊടുത്ത് 60 ലക്ഷം വരുമ്പോ കയറുവോ? അകത്ത് കയറിയില്ല, അകത്തല്ല വ്ളോഗ് എടുത്തേ, വെളിയിലെടുത്തേ. നമ്മൾ ടിക്കറ്റ് എടുത്താണല്ലോ കയറിയത്, ആണോ? അതൊരു ഇതല്ല, ഒരു അവരാരും ഓടുന്നു. ഞാൻ ഓടിച്ചു വരാം. ബൈ ബൈ. ബ്രോ 20 രൂപയ്ക്ക് മേടിച്ചു സാധനം നീ ഇപ്പൊ 40 രൂപയ്ക്ക് മേടിച്ചു. ഞാൻ 40 രൂപ വിൽക്കാനാ വന്നപ്പോൾ ഞാൻ 20 രൂപ വാങ്ങിയത്. ഉള്ളതാണോ ഇതൊക്കെ? സത്യം പറ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്. തണുപ്പിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കാൻ തോന്നുമ്പോൾ നല്ല ഒരു കുട്ടിക്കാനത്തിനേക്കാളും ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയല്ലോ. അതെ, ഫസ്റ്റ് ടൈമാണ്. ഫസ്റ്റ് ടൈമാണ്. ഇനി അടുത്ത വർഷം ഇങ്ങനെ ടൂർ പിള്ളേർ തീർച്ചയായിട്ടും പോകും. തണുപ്പത്തോടെ ഇങ്ങനെ നടക്കാൻ എന്ത് രസമാണ്. നെക്സ്റ്റ് ടൈം ഫ്ലൈറ്റ് ഒക്കെ എടുത്ത് പോകാന്നുള്ള ആയിരിക്കും. നെക്സ്റ്റ് ടൈം ഫ്ലൈറ്റ് കൂടെ ആയിരിക്കും. ട്രെയിൻ പിടിച്ചു. ഇപ്പം നമുക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ ഇത്? ഇതൊരു മാറ്റത്തിന് തുടക്കമായിട്ട് ആയിക്കോട്ടെ. ഹലോ, ഞാനൊരു താജ്മഹൽ മേടിച്ചു ഫോർ 20 റുപ്പീസ്. ഇരുട്ടാണ്, ആളെ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ബ്രോ, ഞാനാണ് അർഷിൻ. ഈ ട്രിപ്പ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നമ്മുടെ കോർഡിനേറ്ററായ ഗോവിന്ദ് കാരണമാണ് ഈ ട്രിപ്പ് നടക്കുന്നത്. അതുകൊണ്ട് ഗോവിന്ദ് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും മേടിച്ചു തരണം. ഗോവിന്ദ് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ നാടെത്തിയിട്ടുണ്ടായിരിക്കും. ഇത് കളയുവോ? നമ്മൾ അവിടെ കളഞ്ഞല്ലോ, ആഗ്രയില് ഞാൻ കളഞ്ഞു താജ്മഹലിനോട്. എന്തുവാ എടാ, ഞാൻ അവനോട് ചോദിച്ചു ഇതെന്ത് ചെയ്യണോന്ന്. പറഞ്ഞ വേസ്റ്റ് മേടാലോ. എന്നാ പിന്നെ അവര് കളയണ്ടെന്ന് പറഞ്ഞാ പോലെ. എടാ, ഈ കപ്പില്ലേ ഈ സാധനം ഞാൻ അവനോട് ചോദിച്ചു എന്ത് ചെയ്യണോന്ന്. അവൻ പറഞ്ഞത് കളഞ്ഞേക്കാം. 10 ഡിഗ്രിയേ ഉള്ളൂ. 10 ഡിഗ്രി ഇപ്പം. ഇല്ലടാ, അതെന്നെ അറിയോ, കുട്ടിക്കാലം നമുക്ക് ഭയങ്കര കാറ്റല്ലേ. വേണോ? വിശക്കുന്നുണ്ടോ? എനിക്ക് വിശക്കുന്നില്ല. എനിക്ക് വേണ്ട. വേണ്ട. ഇവനോ? നീ പഞ്ചാബിയല്ലേ? എന്ത് ഞങ്ങള് വേറെ. അവൻ ചോദിച്ച കാര്യം എങ്ങനെ ഉണ്ടെന്ന്. അവൻ എന്തോ ചോദിച്ചത്? പറയുന്നതൊക്കെ ഉള്ളതാണോ? പക്ഷെ നാളെ കേൾക്കണോ? നാളെ കേൾക്കണം. ലൈവ് സ്ട്രീം പൊക്കോണ്ടിരിക്കുക. ലൈവ് സ്ട്രീമാ. ഇവനെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മറ്റേ ഹിന്ദിക്കാരനായല്ലോ. അതിങ്ങനെ നാട് കണ്ടതിന്റെയാ. നാട് കാണുമ്പോ നമുക്ക് മറ്റേ സാധനം വരും, ഒരു കുളിര്. നീ ചിലപ്പോ തമിഴ്നാട്ടിൽ പോയി കഴിയുമ്പോ ഇങ്ങനെ ആയിരിക്കും. ഇല്ലല്ലോ, ഞാൻ തമിഴ് സംസാരിക്കും. കുടം ചെറുതാണല്ലോ. കുടമല്ല, ചട്ടി. ഇതാ അവിടെ ഞാൻ കുടിച്ചായിരുന്നു. പക്ഷെ അവിടെ സമൂസ സൂപ്പർ ആയിരുന്നടാ. ടോപ്പ് സാധനം. ആഗ്രയിലെ നിങ്ങൾ കഴിച്ചില്ലേ? നല്ലതല്ലായിരുന്നോ? ചൂട് സാധനം. ചാറും അപ്പായിരുന്നു.
എവിടെ സമൂസ? ഇവിടുത്തെയോ? അല്ല ഇവൻ അവിടെ നിന്ന് എവിടെയോ മേടിച്ചോണ്ട് വരുന്നത്. എവിടെ നിന്നായിരുന്നു? എനിക്ക് ഇതിന് അത്രയും പറ്റില്ല. അതുമല്ല, നീ അവിടുന്ന് സാധനം കൊണ്ടുവരുമ്പോൾ തണുത്തു പോകും. ഇതിന് മറ്റേ മറ്റേ കരയാമ്പൂവിൻ്റെ ഇത് കൂടുതലാവുന്നു അല്ലേ? മസാല ചായ വേണ്ട, സാധാ ചായ മതി. അല്ലേലും കട അടയ്ക്കാൻ പോകുമ്പോൾ ഓരോരുത്തന്മാർ കയറി വരുന്നു. ഉപ്പ് കൂടി. എടാ അപ്പൊ ഓരോ വട്ടം ഇങ്ങനെ പൊട്ടിക്കുവോ? അല്ല അപ്പൊ ഇവർക്ക് ഇങ്ങനെ മുതലാവുന്നു. അതാണ് നമുക്ക് വേണ്ടത്. You made this? You make this? No. We purchase. What is the cost of this? 5 rupees max. 5 rupees. Chai ke tere po. Oh, okay. So what is cost of tea? പിന്നെ പുള്ളി മേക്കിംഗ് കോസ്റ്റ് പറയുമോ? പിന്നെ കോസ്റ്റ് ഓഫ് ടീ എന്ന് പറയുമ്പോൾ 20 രൂപ. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവന്റെ പ്രോഫിറ്റ് അല്ലേ, പ്രൈസ് അല്ലേ അപ്പൊ ചോദിക്കണ്ടേ? നിങ്ങൾ എന്താണോ ചോദിച്ചോ? അപ്പൊ നിന്റെ മിസ്റ്റേക്ക് അല്ലേ? ഞാൻ മാപ്പ് പോയി. ചായ കുടിക്കണേ. ഇതാറയാ അതാറയാ നീ 2 ചായ പറഞ്ഞോ? കൂടുതലുണ്ടോ? ഇല്ല, അവരെണ്ണം കുടിച്ചു. So this is more profitable than that? Recently? I'm getting 80,000 per month. Oh. This is my own shop and we are running there last 3 years. So I'm getting 100 lakhs, 2 lakhs, 3 lakhs per month. Nice. Per month from this shop. Alright, from the shop. Per month 2 or 3 lakhs. Chai ka Why I am rich? Come on. We open at 24 hours. I can work here. കീർത്തനാമിസിന് അറിയിക്കാൻ വേണ്ടി. Sir, any job openings? Any job? Any job പുള്ളി 2 lakhs ആണ് ചായ കട Guys, job opportunities at BTech MBA, BSc MBA, salary 20k 40k. Hotel management MBA. ഹോട്ടൽ മാനേജ്മെന്റ് MBA. എന്താ പറയുന്നതാ? BCom MBA. It doesn't matter how you are education. Depending on how hard work you are. Yeah. And then Maybe hard work करने के लिए तैयार you have to keep the degree on side and work hard and think big. Then you definitely become a whatever. ഇതാണ് ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ. കീർത്തനാമിസ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 8 ഓപ്പണിംഗ് ഉണ്ട്. റിക്രൂട്ട്മെന്റ് പ്ലേസ്മെന്റ് കോർഡിനേറ്റർ ഇവരുടെ 8 ഓപ്പണിംഗ്. അപ്പൊ എല്ലാവർക്കും അവസാനമായിട്ട് ഇവിടെ ആയിരിക്കും പ്ലേസ്മെന്റ് വരുന്നത്. കട എന്നടാ എമറാൾഡ് റെസ്റ്റോറന്റ്. 2 lakhs 24 lakh per annum. 2 lakh. വേണ്ട നമ്മൾ സെറ്റ് ആവും. എന്തിനാ പഠിച്ചതാലോചിക്കും. സോ ഗൈസ്, ഡേ 4 ഓഫ് ഡൽഹി, ആഗ്ര, മണാലി ആൻഡ് നമ്മളിപ്പോൾ ഫ്യൂവൽ ഫില്ല് ചെയ്യണം. ഫുൾ ടാങ്ക് അടിച്ചിട്ട് നേരെ നമ്മൾ ഡൽഹിക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ ആഗ്രയിൽ നിന്ന് നേരെ ഡൽഹിക്ക് പോവുകയാണ്. ഡൽഹിയിലെ കാഴ്ചകളെല്ലാം കണ്ട് ഇന്ന് രാത്രി നമ്മൾ മണാലിക്ക് തിരിക്കുന്നതായിരിക്കും. മണാലിക്ക് ഏകദേശം 12 hours ട്രാവൽ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടുള്ള ഒരു ബസ്സാണ് അങ്ങ് കാണുന്നത്. കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. ഈ 2 ബസ്സും അങ്ങനെ ടോട്ടൽ 3 ബസ്സാണ്. അപ്പം നമ്മൾ ഏകദേശം 144 സ്റ്റുഡൻസ് അടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 3 ബസ്സിലായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ സബ് ഗ്രൂപ്പായിട്ട് നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്താണ് ലൈക്ക് ഈ ട്രാവൽ ചെയ്യുന്നത്. ഗായ്സ്, ഫൈനലി നമ്മൾ ഡൽഹി എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ കുത്തബ് മിനാറിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഏകദേശം 3:30 ആയിട്ടുണ്ട്. ലഞ്ച് ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ലഞ്ച് അവിടെ ചെന്നിട്ട് കഴിക്കുക എന്നുള്ള പ്ലാനിലാണ്.
ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അക്ഷരധാം ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ടെമ്പിൾ ഉണ്ടായിരുന്നു. അപ്പം അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല. കാരണം ക്യാമറയും കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. നമുക്കത് ക്യാരി ചെയ്യാനും പറ്റില്ല. അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും കാര്യങ്ങളും ക്യാരി ചെയ്യാൻ പറ്റില്ല. സോ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും നമ്മുടെ കയ്യിലില്ല. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് പറഞ്ഞാൽ കുത്തബ് മിനാറാണ്. അവിടെ പോയി ലഞ്ച് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. വന്നോ? കുത്തബ് മിനാറിന്റെ ടിക്കറ്റ് എത്രയാണെന്ന് അറിയാമോ? ഇവിടുത്തെ ഈ സ്പേസ് എല്ലാം നല്ല രസമുണ്ട് അല്ലേ? അല്ലേ, ഇങ്ങനെ സ്പേസ് കിടക്കുന്ന നല്ല രസമുണ്ട്. പക്ഷെ ഇതിപ്പോ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നു. അങ്ങനെ 12 മണിക്കൂറത്തെ യാത്രകൾക്ക് ശേഷം ഞങ്ങൾ ഹിമാചൽ പ്രദേശിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിൽ കാണുന്ന സുഖകരം തന്നെയാണ്. ഇത് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ബട്ട് കുറച്ച് തണുപ്പ് കൂടുതലാണ്. പ്രോപ്പറായിട്ടുള്ള വിൻ്റർ ഗിയേഴ്സ് ഇല്ലെങ്കിൽ പണി കിട്ടും. മുഞ്ചു ഉറപ്പാണ്. നമ്മൾ ഈ സ്ഥലം ഏതാ അറിയോ? അതറിഞ്ഞോ? തല പേര് എഴുതിയിട്ടുണ്ട്. ഏതോ ഒരു സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷെ നല്ല തണുപ്പുണ്ട്. മേടിക്കറിയാം. വണ്ടി ജില്ല മീൻസ് ഏത് ഇത് വരും? ഇല്ല, ജില്ലയോ? ജില്ലയല്ല, ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശ്. ആ, രാവിലെ ഒരു 6 മണിയാകുമ്പോൾ ഹിമാചൽ പ്രദേശ് ബോർഡർ കഴിഞ്ഞ് ഇപ്പം വണ്ടി എത്തി. വണ്ടി ഇനി ഒരു 10-70 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. 70 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. ഗൂഗിൾ മാപ്പ് പ്രകാരം എങ്ങനെയാ പറയുന്നത്? നോക്കിയായിരുന്നു. ഗൂഗിൾ നോക്കിയാണ് മണ്ടി ടു കൂള് നോക്കിയപ്പോൾ 70 കിലോമീറ്റർ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ആണോ? ഇതൊരു ഐഡിയ ആണ്. ഇവിടെ ആണോ? എല്ലാരും അല്ല, വെയിൽ വരെ വന്നൂടെ. കുട്ടിക്കാലത്ത് 12 ഉള്ളൂ, അതാണ് ഹൈലൈറ്റ്. എല്ലാവരും ചുമ്മാ നിൽക്കും. ഇത്രയൊക്കെ മേടിച്ചില്ലേ, ഇതൊക്കെ ഇടാതിരിക്കാൻ പറ്റൂ? അതാ കൂട്ടോ കൂട്ടും വാടക കിട്ടും. 250 റുപ്പീസ്. ആര് തരും? നമുക്ക് മഞ്ഞ് ഇറങ്ങുമ്പോ ഇവര് തരും എന്നാ പറഞ്ഞത്. തികയാതെ വന്നാ അവിടെ എന്ത് ചെയ്യുന്നു? റെന്റിന് എടുക്കാൻ പറ്റുമോ? ആരിനെടുക്കാൻ പറ്റും? 250. നീണ്ട ക്യൂ ആണ്. ഫുഡ് എങ്ങനെ ഉണ്ട്? വേറൊന്നും പറയാനില്ലേ? നല്ല ചായ, നല്ല തണുപ്പ്. എന്തേലും പറയാനുണ്ടോ? ഭക്ഷണം കഴിക്കാൻ തരണ്ടേ ഇവര്? ഞങ്ങൾ കുറെ നേരം ക്യൂ നിൽക്കുക. ലിജോ ഓടാൻ പോയി. ലിജോ രാവിലെ എണ്ണീറ്റ് 2 റൗണ്ട് ഓടി ബോഡിയൊക്കെ ഒന്ന് വാങ്ങാക്കി. ഇനി അടുത്തത് മഞ്ഞിൽ പുഷപ്പ് അടിക്കുന്ന പരിപാടിയാ. എങ്ങനെയുണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ? ഫുഡെല്ലാം നല്ലതാണ്. ഇപ്പൊ വെതർ ക്ലൈമറ്റ് ആണെങ്കിൽ അതിനേക്കാളും വളരെ നല്ലത്. കുട്ടിക്കാലത്തിനെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ക്ലൈമറ്റ്. തണുപ്പ് അടാറ് തണുപ്പാവന ഒരു രക്ഷയില്ല. കൈയൊന്നും നേർന്നില്ല. നല്ല അടിപൊളി തണുപ്പ്, നല്ല അടിപൊളി ഫീൽ. വളരെ ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്ന നമുക്കിത് ഫുൾ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ നമ്മളിപ്പോ വെള്ളത്തിന് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമ്മൾ റിവർ റാഫ്റ്റിംഗ് ചെയ്യാൻ പോകുന്നതാണ് കേട്ടത്. അപ്പൊ നമുക്കിനി നനഞ്ഞിട്ട് കാണാം. പിന്നെ റിവർ റാഫ്റ്റിംഗ് ചെയ്യണ്ടേ? പുറകെ നമ്മൾ റിവർ റാഫ്റ്റ് ചെയ്യുന്ന ഡേഞ്ചറാ. എന്റെ അങ്കിൾ മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ബ്രോ ചെയ്യുന്നില്ല. എതിരാണോ ബ്രോ? എതിരാ. നമ്മൾ സിപ്പ് ലൈനിൽ പോവാ. അത് കൊള്ളാം. പക്ഷേ എൻ്റെ ഒരു മാമനുണ്ടായിരുന്നു സിപ്പ് ലൈനിൽ നിന്ന്. എങ്ങനെ ഇപ്പൊ ഈക്വൽ ഗൈസ്, ഞങ്ങൾ അങ്ങനെ അവസാനം കുളിലെത്തിക്കുന്നു. ഏതാനും നിമിഷങ്ങളിൽ മണാലി എത്തും. അതിന് മുമ്പ് റിവർ റാഫ്റ്റിംഗിന് വേണ്ടി കുളു ജസ്റ്റ് പോവാണ്. വളരെ അടിപൊളി ഒരു ക്ലൈമറ്റാണ് ഇവിടെ ഉള്ളത്. പിന്നെ എന്തുകൊണ്ടും നല്ലൊരു രീതിയിലൊന്ന് ജീവിതത്തിലൊന്ന് കാണേണ്ട സ്ഥലമാണ് കുളു. ഞാനത് പണ്ട് വന്നതാണ്. പിന്നെ അതിൽ പിന്നെ ഒരു വർഷങ്ങൾക്ക് ശേഷമാണ് കുളിലേക്ക് വരുന്നത്. വളരെയധികം യാദൃശ്ചികമായി കുളു എത്തിയിരിക്കുകയാണ്. വളരെയധികം നല്ല ക്ലൈമറ്റാണ് ഇവിടെ. സോ ഗൈസ്, ലെറ്റ്സ് സീ ആഫ്റ്റർ റിവർ റാഫ്റ്റിംഗ്. ബൈ.
ഒന്നും പറയാനില്ല. പോയിട്ട് ഒട്ടും പേടിയില്ലാത്ത നമ്മുടെ കൂട്ടത്തിലെ ആള്. എനിക്കൊട്ടും പേടിയില്ല. ഇവിടെ എനിക്ക് തോന്നുന്നു കുട്ടിക്കാനത്തിനേക്കാളും തണുപ്പ് കുറവാണ്. കാരണം അവിടെ അതിനേക്കാളും തണുപ്പുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയം കഴിഞ്ഞ വർഷം ഞാൻ സ്പീഡ് ബോട്ടിൽ നിന്ന് വീണതാണ്. അതുകൊണ്ട് എനിക്ക് വലിയ പേടിയില്ല. അത്ര എന്താണെങ്കിലും വരത്തില്ല. സോ ഓടിക്കോ. ആര് കാളയല്ലടാ, എന്റെടാ പശുവാണ് ഇത്, കാളയെന്ന് കണ്ട് പേടിച്ചാലോ അല്ലേ, അതാ ഉദ്ദേശിച്ചത്. വെള്ളത്തിന് ആഴം കുറവാണെന്നാണ് ഗൈസ് പറഞ്ഞത്. വെള്ളം ആഴമില്ല, ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത്ര അബ്ദു വരെ കാലിനടി വരെ ആഴം. അപ്പൊ ക്ഷേതയോ അതോ ആ ബൈക്ക് ഏതാ, ആ കമ്പനിക്ക് പോലും അറിയില്ല, അത് അവൻ ഉണ്ടാക്കിയതാണ്. ഇവിടെ എല്ലാവരും ബൈക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഭയ്യ ഇതറാവും എന്തത് റിവർ റാഫ്റ്റിങ്ങിന് പോയിക്കൊണ്ടിരിക്കുക. ബാക്കിയുള്ളവരെന്ത്? സ്മാർട്ട് ബോയ്സിന്റെ ബാക്കി കുറച്ച് പേര് അവിടെ ആദ്യം പോയി. 14 ലിറ്റർ ടാങ്കിൽ പോയിരുന്നേ ഉള്ളൂ. കുറച്ച് പേരുണ്ട്, 2-3 മെമ്പേഴ്സ് ആഹിയ. ക്യാപ്റ്റൻ ജഗന്നാഥ് ബ്ലസൻ ജോസഫ്. ബ്ലസനാണ് ക്യാപ്റ്റൻ. ഇല്ല, ദ്രൗപദി അതർ ടീമിലേക്ക് പോയി. അതുകൊണ്ട് ഞങ്ങളിപ്പം നിലവിലെ ക്യാപ്റ്റൻ ബ്ലസനാണ്. ക്യാപ്റ്റൻ സാബ്. സോ ഞങ്ങളിപ്പോൾ ഒരു പച്ച ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഇതൊരു ഇവിടെ നമ്മളെല്ലാവരും ഇതിനുവേണ്ടി തയ്യാറായി നിൽക്കണം. നമുക്ക് റുസാനിയോട് ഒരു 2 വാക്ക് ചോദിക്കാം. റിവർ റാഫ്റ്റിംഗിൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്, എങ്ങനെയായിരിക്കും? ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആണ്, എന്തായിരിക്കും എന്ന് അറിയില്ല. വെള്ളത്തിലൊന്നും പോകാതിരിക്കാൻ ഞങ്ങളിവിടെ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് 2 പാർട്ടിയാണ്. ഒന്ന് ദ്രൗപദിന്റെ പാർട്ടി, 2 മിറാജിന്റെ പാർട്ടി. ചുമല ഞങ്ങള് ശബരിമലയിൽ വരുന്നേ ഉള്ളൂ, വരുന്ന വഴിയാണ്. ഞങ്ങള് പോക്കറ്റ് ബാക്കിയുണ്ട്. പള്ളി വിട്ടെങ്കിൽ ലാസ്റ്റ് കേരളത്തിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാവർക്കും. കർണാടക ബോർഡർ കഴിയുമ്പോഴത്തേനും ബോംബ് ബ്ലാസ്റ്റ്. ദൈവം കാക്കട്ടെ, ദൈവം കാക്കട്ടെ. ബൈ ഗൈസ്, ഞങ്ങൾ പോയിട്ട് ജീവനോടെ വരുവാണെങ്കിൽ നമുക്ക് ഈ വ്ലോഗിൽ മിച്ചം കാണാം. ബൈ. അപ്പോൾ നമ്മൾ കുളുവിലാണ് ഇപ്പോൾ ഉള്ളത്. ടെമ്പറേച്ചർ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടാണ് കുറയുന്നത്. അതായത് ഞങ്ങൾ വന്നപ്പം 17 ആയിരുന്നു, ഇപ്പം പെട്ടെന്ന് 12 ആയി. ഭയങ്കരമായിട്ട് താഴ്ത്ത് വന്നിട്ടുണ്ട്. വന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് ടോളറേറ്റ് ചെയ്യാവുന്ന ഒരു ടെമ്പറേച്ചർ ലെവലെ കാര്യങ്ങൾ ഉള്ളായിരുന്നുള്ളൂ. പക്ഷെ അത് നല്ല രീതിയിൽ ഇപ്പോൾ കുറയുന്നുണ്ട്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താജ്മഹലിൽ ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വ്ളോഗ് ചെയ്യുമായിരുന്നു. അപ്പം ആദ്യം ക്യാമറ കൊണ്ടുപോകുന്നതിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനകത്ത് കയറിയപ്പം നമ്മളോട് അവർ വന്ന് പറഞ്ഞു വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞു. വേണമെങ്കിൽ ജസ്റ്റ് ക്ലിപ്സും കാര്യങ്ങളും എടുക്കുക, എന്നിട്ട് വോയിസ് ഓവർ ചെയ്യുക എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. ലൈക്ക് അവിടെ വെച്ച് നമുക്ക് മൈക്രോഫോൺ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാമറ തട്ടിപ്പറിച്ചത്. ഇപ്പം നമ്മളിപ്പോൾ കുളുവിൽ നിന്ന് മണാലിയിലേക്കാണ് പോകുന്നത്. നമ്മുടെ സ്റ്റേയും കാര്യങ്ങളും എല്ലാം അവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിലവിലെ ഒരവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് റിവർ റാഫ്റ്റിങ്ങിന് പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിൻ്റെ ക്ലിപ്സും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം ഇവിടുന്ന് ഏകദേശം 9 കിലോമീറ്ററാണ് മുന്നോട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയയിലോട്ട് പോവുകയാണ് അവിടുത്തെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ സ്നോ വരുമ്പോൾ നമുക്ക് നാളത്തേക്ക് കാണുള്ളൂ. അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ കാണാം. ഡൽഹിയിലെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് വ്ളോഗ് ചെയ്യാമെന്ന് വെച്ചാൽ നോർമൽ സ്ഥലങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഹൈ സെക്യൂരിറ്റി ഉള്ള സ്ഥലങ്ങൾ, അതായത് അക്ഷരധാം ടെമ്പിൾ നമ്മൾ പോയിരുന്നു, അവിടുത്തെ ഒരു അവസ്ഥ നമുക്ക് ഒന്നും അകത്ത് കയറ്റാൻ പറ്റില്ല. ലൈക്ക് ക്യാമറയോ ഫോണോ ഈവൻ ഓർണമെൻറ്റ്സ് തന്നെ അവരെന്തോ മെറ്റൽ ഡിറ്റക്ടറൊക്കെ വെച്ച് നോക്കി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അകത്തോട്ട് കൊണ്ടുപോകത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ ഒരു പോയിന്റിൽ നിന്ന് ആ റിവർ റാഫ്റ്റിംഗ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അരവിന്ദ്, നമ്മുടെ പിള്ളേർ പോയോ? അത്യാവശ്യം പൊടിമണലുണ്ട് കേട്ടോ. അതാണ് കണ്ണിലോട്ട് കാറ്റടിക്കുന്നത്. ഈ മണൽ പൊടിമണൽ പോലെ തന്നെയാണ് ഇരിക്കുന്നത്, പാറപ്പൊടി പോലെയാണ്.
ഓ മാൻ, എൻ്റെ ഷൂ മൊത്തം പൊടിയായി. ഞാനിന്ന് പോകുന്നത് ലീഗിന്റെ ഇന്നത്തെ കാശ്മീർ മീറ്റിങ്ങിനാണ്. ലീഗിന്റെ കാശ്മീർ മീറ്റിനായി മാത്യൂസ് പുറപ്പെട്ടിരിക്കുന്നത്. അസ്സലാമു അലൈക്കും. ഇവർ പോയിട്ട് വന്നാണോ പോവാണോ? എടാ ഷൂ മൊത്തം പൊടിയാടാ, ഇത് മണൽ പോലെ ഇരിക്കുന്നു ഈ സാധനം. നെയ്സ് മണ്ണ്. അതുപോലെ കാറ്റ് വരുമ്പോൾ ഈ സാധനം വന്ന് കണ്ണിലടിക്കുക. വിഷയം വ്യൂ ആണ് എല്ലാ സ്ഥലത്തും. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാം നല്ല ക്യാമറ ഫ്രെയിംസ് ആയിട്ടായിരിക്കും. ലൈക്ക് നിങ്ങൾ റിവർ റാഫ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും ആ ഡ്രസ്സ് മേടിച്ചിടണം, കാരണം നമുക്ക് കാണാൻ പറ്റും. നല്ല രീതിയിൽ നനയും. നോർമൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയാൽ ഉറപ്പായിട്ടും നനയും. പൈസ കുറച്ച് തരാൻ പറയണം. എന്ത് അതിന് അവിടെ പോയി കയറുന്നേ? മാക്സിമം മുതലാക്കുവാണോ? Yes, Arvind. We are ready for the adventure. എന്താ പറയണ്ടെന്ന് എനിക്കറിയത്തില്ല. ഐ എം വെരി മച്ച് ത്രില്ഡ്. അഡ്രിനാലിൻ റഷിലാണ്. അത്രയൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് പറയുന്നില്ല. എടാ അഡ്രിനാലിൻ റഷ് എന്ന് പറഞ്ഞാൽ അതൊരു നല്ല സാധനമാണ്. ആണോ? മലയാളത്തിൽ അങ്ങനെയും പറയാം. ഈ തണുപ്പത്ത് നമ്മൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാല്ലേ ബ്രോ? അതിലൊരു അർത്ഥമുള്ളൂ. ഞാൻ ബായിസാബിനെ ബോട്ട് കൊണ്ട് തള്ളി വിടാൻ നോക്കാം, പക്ഷെ നടക്കുന്നില്ല. എൻ്റെ വീട് ആനക്കല്ലിലാണ്. ഞാൻ അപ്പുറത്തായിട്ട് എത്തിയില്ലെങ്കിൽ എന്നെ ഒന്ന് അന്വേഷിച്ചേക്കണം. ഒരു പച്ച കളറ് ഇതുവഴി ഒഴുകി കിടക്കുവാണെങ്കിൽ ഞങ്ങളെ ലൊക്കേറ്റ് ചെയ്യാൻ എളുപ്പം ഉണ്ടായിരിക്കും. ഗ്രീൻ. ഞങ്ങൾ ലീഗിന്റെ പ്രവർത്തകരാണ്. നമ്മൾ മണാലിയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റൂമിൽ നിന്നുള്ള വ്യൂ ആണിത്. റൂമും കാര്യങ്ങളും നമുക്കിപ്പോൾ കാണിക്കാൻ പറ്റില്ല, കാരണം കറണ്ടോ കാര്യങ്ങളോ നിലവിലില്ല. സോ ഇവിടെയുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ഈ ഒരു വിൻഡോയിൽ നിന്ന് കിട്ടുന്നുണ്ട്. താഴെ ഒരു ഹോട്ട് എയർ ബലൂണും, അതുപോലെ ഇത് ആപ്പിൾ തോട്ടമാണെന്നാണ് എൻ്റെ ഒരു ഗസ്. ആണെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുന്നതുകൊണ്ട് നമുക്ക് ആപ്പിളാണോന്ന് അറിയില്ല. ഇവിടെ ആരെങ്കിലും ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വ്യൂ ആണ്. ലൈക്ക് ഇവിടെ നമുക്ക് ആ ഒരു മൗണ്ടെയ്ൻസ് ഒക്കെ അടിപൊളി നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട് ഇവിടെ വരുമ്പോൾ. ഇപ്പം കറൻ്റ്ലി ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 2 ഡിഗ്രിയാണ്. രാത്രിയിലെ അവസ്ഥ എന്താവും എന്നറിയില്ല. ഫുള്ളി ഗിയർഡാണ്, പക്ഷേ വലിയ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം നമുക്ക് ടോളറേറ്റ് ചെയ്യാവുന്ന തണുപ്പേ കാര്യങ്ങൾ വരുന്നുള്ളൂ. നമുക്ക് ബാക്കി വഴിയെ നോക്കാം.